ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. രാമായണ മാസം ആരംഭിക്കുകയാണ്. മലയാളക്കരയിൽ താരകമന്ത്രധ്വനികൾ ഉയരുകയാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥം അവതരിക്കപ്പെട്ട ശ്രീരാമചന്ദ്രൻ്റെ അവദാനങ്ങൾ ഗൃഹാങ്കണങ്ങളിൽ ഉണർത്തുപാട്ടായി രൂപപ്പെടുകയാണ്. ഈ ദിവ്യമായ മുഹൂർത്തത്തിൽ രാമായണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായി ഓർമ്മയിൽ വരിക വാത്മീകി മഹർഷിയുടെ അവദാനങ്ങളാണ്. വാത്മീകി കോകിലം എന്നാണ് പ്രസിദ്ധമായ ഉദ്ധരണി. ആദ്യ കവി കൂടിയാണ് വാത്മീകി. പ്രചേതസിൻ്റെ, അതായത് വരുണൻ പുത്രനായിരുന്നു ഇദ്ദേഹം. ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നുവെങ്കിലും കർമ്മം കൊണ്ട് കാട്ടാളനായിരുന്നു. വഴിപോക്കരെയും മറ്റും ആക്രമിച്ചും കൊള്ളയടിച്ചും അതുകൊണ്ട് കിട്ടുന്ന മുതലുകൊണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ കുടുംബത്തെ പുലർത്തിയിരുന്നത്. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. തൻ്റെ വഴിവിട്ട ജീവിതയാത്രക്കിടയിൽ ഒരു ദിവസം സപ്തർഷികളുമായി സമ്പർക്കത്തിലേർപ്പെടാൻ രത്നാകരൻ അവസരമുണ്ടായി. അവരുപദേശിച്ചു കൊടുത്ത രാമമന്ത്രത്താൽ, അതായത് മോചനമന്ത്രത്താൽ, അതായത് താരകമന്ത്രത്താൽ പരിവർത്തനമുണ്ടാവുകയും വാത്മീകി എന്ന അപരനാമത്തിൽ പ്രസിദ്ധനായ മഹാഋഷിയായി ഉയർത്തി എഴുന്നേൽക്കുകയുമാണ് ചെയ്യപ്പെടുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ പാരായണം ചെയ്യപ്പെടേണ്ടതായ രാമായണത്തിൽ, അധ്യാത്മരാമായണത്തിൽ സാന്ദർഭികമായി പറയുന്ന വേളയിൽ വിവരിക്കാവുന്നതാണ് എന്ന് പറയുകയാണ്. വാത്മീകി മഹർഷി ശിഷ്യന്മാരോടൊന്നിച്ച് സന്ധ്യാവന്ദനാദികൾക്കായി തമസാ നദിയുടെ തീരത്തേക്ക് പോവുകയാണ്. അർക്കൻ്റെ സുവർണ രശ്മികൾ തമസയെ അതീവ സുന്ദരിയാക്കിയിരിക്കുന്നു. ഒരു തപോവന കന്യകയെപ്പോലെ അവൾ സാവധാനം വാത്മീകി മഹർഷിയുടെ ആശ്രമ പരിസരത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വാനമ്പാടികളുടെ മധുരതരമായ സംഗീതം അവിടമാകെ വ്യാപരിച്ചിരിക്കുന്നു. അവിടെ കുയിലുകൾ പാടുകയാണ്, മയിലുകൾ ആടുകയാണ്. എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ അഭൗമമായ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ വനശോഭ കണ്ട് ആസ്വദിക്കുകയായിരുന്ന മാമുനിയുടെ കണ്ണുകൾ കുറച്ചകലെ ഒരു മരക്കൊമ്പിൽ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന ക്രൗഞ്ചമിഥുനങ്ങളെ കാണുകയാണ്. പരിപാവനമായ ആശ്രമ പരിസരത്തെ മരക്കൊമ്പിലിരുന്ന് ആ യുവമിഥുനങ്ങൾ സല്ലപിക്കുകയായിരുന്നു. അന്ന് പ്രഭാതം മുതൽ സായം സന്ധ്യ വരെ അവരനുഭവിച്ച സന്തോഷമായിരിക്കണം ഒരുപക്ഷെ അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നതാ മാമുനി നോക്കി നിൽക്കവേ
ഒരു വ്യാധൻ ആ യുവമിഥുനങ്ങളിൽ ആൺപക്ഷിയെ എയ്ത് വീഴ്ത്തുകയാണ്. ചോരയിൽ കുളിച്ച് മണ്ണിൽ വീണ് പിടയുന്ന ഇണക്കിളിയെ കണ്ട് ക്രൗഞ്ചപ്പിട നെഞ്ചു പൊട്ടി കരഞ്ഞുപോയി. പ്രകൃതി തരിച്ചുപോയി, തമസസ്തബ്ധയായി. പക്ഷികളുടെ കളകൂജനങ്ങൾ നിലച്ചുപോയി. ഈ കാഴ്ച മാമുനിയുടെ ഹൃദയത്തിൽ തറച്ചു. ആ ഹൃദയം കരുണ കൊണ്ടുരുകിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തരാളത്തിൽ നിന്നും മാ നിഷാദ പ്രതിഷ്ഠാം ത്വഗമ ശാശ്വതീം സമാം യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. കാമമോഹിതരായ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ നിർദ്ദയം കൊന്നുകളഞ്ഞ ഹേ വേട, നീ നീണാൾ വാഴാതിരിക്കട്ടെ. കാമമോഹിതരായ മണ്ഡോദരി രാവണ ദമ്പതിമാരിൽ ദുഷ്ടനായ രാവണനെ കൊന്നുകളഞ്ഞ ഹേ രാമചന്ദ്ര, അങ്ങ് നീണാൾ വാഴട്ടെ എന്നുമൊക്കെ 14 തരത്തിൽ പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ട ഉത്തമമായ ശ്ലോകമാണ് മാമുനി അറിയാതെ ആ ദുഃഖരംഗത്തിൻ്റെ പരിവേദനമായി അദ്ദേഹത്തിൻ്റെ ഹൃദയാന്തരാളത്തിൽ നിന്നും ഒഴുകിയെത്തിയിട്ടുള്ളത്. സ്നാനാനന്തരം വാത്മീകി മഹർഷി തൻ്റെ ആശ്രമത്തിൽ തിരിച്ചെത്തി. അല്പനേരത്തിന് ശേഷം സാക്ഷാൽ ബ്രഹ്മാവ് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ആഗതനാവുകയാണ്. ബ്രഹ്മാവിനെ യഥാവിധി സ്വീകരിച്ചു. അർഘ്യപാദ്യാദികൾ നൽകി സ്വീകരിച്ചു. അപ്പോഴും ഋഷിയുടെ മനസ്സ് നിറയെ താൻ കുറച്ചു മുമ്പ് കണ്ട ആ ദൃശ്യത്തെക്കുറിച്ചും അനന്തരം തന്നിൽ നിന്ന് ഉതിർന്നു വീണ വാണീവിശേഷത്തെക്കുറിച്ചുമായിരുന്നു. വാത്മീകിയുടെ ഈ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ബ്രഹ്മാവ് അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ മഹർഷേ, അങ്ങൊരിക്കലും വ്യാകുലപ്പെടേണ്ട. അങ്ങയുടെ ഹൃദയാന്തരാളത്തിൽ നിന്നും ഒഴുകിയെത്തിയിട്ടുള്ളത് നാനാവിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാവുന്ന ഉത്തമമായ ശ്ലോകം തന്നെയാണ്. അതിൽ ഒരേ സമയം സ്നേഹത്തിൻ്റെയും ശോകത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഹൃദയസ്പർശിയായ ആലേഖനത്തോടൊപ്പം ക്രൂരതയുടെയും രാക്ഷസീയതയുടെയും മൂർത്തികളെ വധിച്ചുകളഞ്ഞ ഭഗവാനോടുള്ള ആദരവും പ്രകടമായിട്ടുണ്ട്. ആകയാൽ മഹർഷേ, അങ്ങ് മാലോകരുടെ നന്മയ്ക്ക് വേണ്ടി ശ്രീരാമചന്ദ്രൻ്റെ പരിപാവനമായ ചരിതം ശ്ലോകമായി രചിക്കുക. ഇങ്ങനെ വാത്മീകി മഹർഷിക്ക് രാമചരിതം നിർമ്മിക്കാനുള്ള നിർദ്ദേശം നൽകി ബ്രഹ്മാവ് അവിടെ നിന്നും പോവുകയാണ്. ബ്രഹ്മദേവൻ്റെ നിർദ്ദേശാനുസരണം വാത്മീകി മഹർഷി രാമായണ രചനയിലേക്ക് പ്രവേശിക്കുകയാണ്. തപസ്സും ക്രാന്തദർശിത്വവും വിനയവും വിദ്യയും വാസനയും ഗുരുവിൻ്റെ അനുഗ്രഹവും ശിഷ്ടാനുമോദനവും ഈശ്വരപ്രേരണയും ധർമ്മനിഷ്ഠയും പരാനുഗ്രഹ വ്യഗ്രതയും എല്ലാം ഒത്തുചേരുമ്പോൾ ഉത്തമമായ കാവ്യങ്ങൾ ആവിർഭവിക്കും. ശോകം കൊണ്ട് നെഞ്ചു നേറിയപ്പോൾ, കരുണ കൊണ്ട് കരളുരുകിയപ്പോൾ, ഭക്തി കൊണ്ട് ഹൃദയം ദ്രവീകരിച്ചപ്പോൾ, ഹർഷം കൊണ്ട് ഹൃദയകമലം വികസിച്ചപ്പോൾ, ധർമ്മരോഷം കൊണ്ട് അകക്കാമ്പ് തിളച്ചപ്പോൾ, പ്രേമം കൊണ്ട് മനം മധുമയമായപ്പോൾ, ഭാവനാമയമായ മാമുനിയുടെ ഹൃദയം
കാവ്യരൂപേണ പ്രവഹിച്ചു. അങ്ങനെ സർവരസസമ്പൂർണമായ ആദികാവ്യം രാമൻ്റെയും രാമയുടെയും ചരിതമായ ശ്രീരാമായണം അനർഗള ഗംഗാപ്രവാഹം പോലെ ഭൂമിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. മൂലകൃതിയായ വാത്മീകി രാമായണത്തെ അധികരിച്ചുകൊണ്ട് കാലത്തിൻ്റെ അവസ്ഥയ്ക്ക് വിധേയമായി സനാതനധർമ്മത്തിൻ്റെ മൂല്യത്തെ അരക്കിട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തുഞ്ചത്താചാര്യൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് കൈരളിക്ക് സമ്മാനമായി സമർപ്പിച്ചിട്ടുള്ളത്. ഈ സത്കൃത്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഗണനായകനും ബ്രഹ്മസ്വരൂപനും കാരുണ്യമൂർത്തിയുമായ ഗണപതി ഭഗവാനെ വന്ദിക്കുകയാണ്. അക്ഷരസ്വരൂപിണിയായ വാണി ഭഗവതിയെയും ഗുരുനാഥനെയും വന്ദിക്കുകയാണ്. വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണ് എന്ന് ഗണിക്കപ്പെടുന്ന വേദവ്യാസ ഗുരുവിനെയും 4 വേദങ്ങൾക്ക് സമാനമായ രാമായണം സൃഷ്ടിച്ച വാത്മീകി മഹർഷിയെയും ആദരിക്കുകയാണ്. രാമനാമം സദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പരമേശ്വരനെ വണങ്ങുകയാണ്. ബ്രഹ്മാവിനെയും ധ്യാനിച്ചുകൊണ്ട് ശ്രീ പാർവതീദേവിയെയും ലക്ഷ്മി ഭഗവതിയെയും ആദരിച്ചുകൊണ്ടുമാണ് രാമായണ കൃതിയിലേക്ക് തുഞ്ചത്താചാര്യൻ പ്രവേശിക്കുന്നത്. നാരദാദികളായ മാമുനിമാരെ വന്ദിച്ചുകൊണ്ട് ബ്രാഹ്മണാദി ശ്രേഷ്ഠന്മാരെയും അഷ്ടദിക്പാലകന്മാരെയും ആദിത്യൻ മുതലായ ഗൃഹപതികളെയും മറ്റു ചരാചരങ്ങളെയും വന്ദിച്ചുകൊണ്ട് ആചാര്യനായ തുഞ്ചത്ത് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എന്ന മഹത്തായ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ഉത്തമ കാവ്യകാരൻ്റെ ഉത്തമമായ മനസ്സാണ് ഇവിടെ പ്രകടമാകുന്നത്. സത്യവും ധർമ്മവും മര്യാദയും അരക്കിട്ടുറപ്പിച്ച ഭാരതീയ സംസ്കാരത്തിൻ്റെ പുനരാവർത്തനമാണ് അധ്യാത്മരാമായണത്തിലൂടെ കാവ്യഗംഗയായി മലയാളത്തനിമയിലേക്ക് ഒഴുകി വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന രാമശീലുകൾ പാടിക്കൊണ്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലായി രാമമാഹാത്മ്യങ്ങളും രാമായണ മാഹാത്മ്യങ്ങളും പാടിയും പറഞ്ഞും കൊണ്ട് നമ്മുടെ കർക്കടകത്തെ ആനന്ദത്തിൽ ആറാടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രാമായണ സംബന്ധമായിട്ടുള്ള വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.